ദൈവസ്നേഹം നിറഞ്ഞവരെ, നോമ്പ് കാലത്ത് ചെറിയ പ്രാർത്ഥനകൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ സമ്പന്നമാക്കുന്നതോടൊപ്പം തന്നെ ബൈബിൾ ഭാഗങ്ങൾ ചിന്തിക്കുവാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ദൈവത്തോട് കൂടുതൽ ഒരുമിച്ച് കഴിയുവാനും നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകം ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, ഇന്നത്തെ ഈ വീഡിയോയിൽ ബൈബിളിലെ ഏതാനും സുവിശേഷ വാക്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയും ഈസ്റ്റർ നോൻപ് കാലങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കുന്നു. വീഡിയോ കണ്ടു തുടങ്ങും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവനാമത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈസ്റ്റർ കാലത്ത് കൂടുതൽ വ്യക്തികൾ ദൈവത്തിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ലിങ്ക് എല്ലാവരിലേക്ക് എത്തിക്കാനും ഒന്ന് അഭിപ്രായം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് ദൈവത്തിൻ്റെ ആ തിരുവചനം ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് കേൾക്കാം. അന്യായമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരെ സ്വതന്ത്രരാക്കുക, നുകത്തിൻ്റെ കയറുകൾ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരാക്കുക, എല്ലാ നുകവും ഓടിക്കുക എന്നിവയല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവരുമായി നിങ്ങളുടെ അപ്പം പങ്കിടുന്നതും പീഡിതരെയും വീടില്ലാത്തവരെയും നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും നഗ്നരെ കാണുമ്പോൾ അവരെ വസ്ത്രം ധരിക്കുന്നതും നിങ്ങളുടെ സ്വന്തം മാംസത്തിന് പുറം തിരിയാതിരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിങ്ങളുടെ വെളിച്ചം പ്രഭാതം പോലെ പ്രകാശിക്കും, നിങ്ങളുടെ മുറിവ് വേഗത്തിൽ സുഖപ്പെടും, നിങ്ങളുടെ നീതി നിങ്ങളുടെ മുമ്പിൽ നടക്കും, കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ പിൻകാവലായിരിക്കും. അപ്പോൾ നിങ്ങൾ വിളിക്കും, കർത്താവ് ഉത്തരം നൽകും, നിങ്ങൾ സഹായത്തിനായി നിലവിളിക്കും, അവൻ പറയും, ഇതാ ഞാൻ. യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ പ്രധാന തിരുവചനമാണ് നമ്മൾ ഈസ്റ്റർ നാളുകളിൽ ഇന്ന് നിങ്ങൾക്കായിട്ട് പങ്കുവച്ചത്. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥന കൂടി ഒന്ന് കേട്ടു നോക്കാം. പ്രിയ വിശ്വാസികളെ, ഈ ഒരു പ്രാർത്ഥന ഈസ്റ്റർ നോൻപ് കാലങ്ങളിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്കേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ കഴിവതും ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ച ശേഷം എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഒന്നേറ്റ് പ്രാർത്ഥിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ദൈവത്തിൻ്റെ ആ ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനകൾ ഒന്ന് നോക്കാം. ദൈവമേ, നിൻ്റെ വെളിച്ചം എൻ്റെ ദിവസത്തെ നയിക്കട്ടെ, നിൻ്റെ ആത്മാവ് എനിക്ക് സമാധാനം നൽകട്ടെ. ആമേൻ. ദൈവമേ, ഇന്നത്തെ എൻ്റെ യാഗം ഞാൻ ആസ്വദിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞാൻ നിന്നിൽ നിന്ന് ആശ്രയിക്കുന്നതിനെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കട്ടെ. ആമേൻ. ലോകത്ത് മുഴുവനായിട്ടും കഷ്ടപ്പെടുന്ന എല്ലാവർക്കും, എല്ലാ സഹോദരീ സഹോദരന്മാരോടും ഇന്ന് ഞാൻ ഐക്യദാർഢ്യത്തോട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ സ്നേഹത്തിൽ ഞാൻ ഐക്യപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിൽ നിൻ്റെ രാജ്യം കെട്ടിപ്പടുക്കുവാൻ ഞാൻ പ്രവർത്തിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് ഞങ്ങളുടെ ലക്ഷ്യം തെറ്റിയ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ ശരിക്കും ദുഃഖിക്കുന്നുണ്ട്. അത് തിരികെ പിടിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. നാളെ നിൻ്റെ വിളി നന്നായി പിന്തുടരാൻ നിന്നോട് ക്ഷമയും ശക്തിയും ഞാൻ ഇപ്പോൾ യാചിക്കുന്നു. ആമേൻ. ദൈവമേ, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു സമയത്ത് ജീവിതത്തിൽ കഷ്ടപ്പെടുന്നൊരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പേരെടുത്ത് വിളിച്ച് പ്രാർത്ഥിക്കുക. ആ വ്യക്തിയെ ഉയർത്തുവാനും ഇന്ന് നോൻപ് കാലത്തുടനീളം അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. ഓ യേശുവേ, ഞാൻ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു. എല്ലാം പരിപാലിക്കണമേ. ആമേൻ.